ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയതും അതുപോലെ കല്യാണ വീട്ടിൽ നിന്നൊക്കെ ലഭിക്കുന്ന അതേ രുചിയിലുള്ള ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 3 സവാള വഴറ്റിയെടുക്കാനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല നൈസായിട്ട് അരിഞ്ഞ 3 സവാളയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. സവാള ഏകദേശം വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയ ഒരു 20 അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള നല്ലപോലെ വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ ഇഞ്ചി കഷ്ണം അതുപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. സാധാരണ നമ്മൾ വെള്ളക്കുറുമയാണ് ഉണ്ടാക്കാറുള്ളത്. ഇതിലേക്ക് മഞ്ഞളൊക്കെ ചേർത്താണ് നമ്മൾ തയ്യാറാക്കുന്നത്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് വലിയ ജീരകപ്പൊടി, കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഈ ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ, ഇല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ ഒന്ന് കരിഞ്ഞു പോവും. ഇത് നമുക്ക് വഴറ്റിയതിന് ശേഷം അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അതിന് പാകാക്കി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാനൊരു 3 ടീസ്പൂണ് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് വെള്ളം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. ഏകദേശം ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്ത ടൈമിൽ നമുക്ക് ഇതുപോലെ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഓഫാക്കി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടാറിയ ശേഷം നമുക്കിത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് കുറുമ തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഒരു 4 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 കഷ്ണം പട്ട, 3 ഏലക്ക, ഒരു 5 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളത്തോട് കൂടി ഇട്ട് കൊടുക്കരുത്. നല്ലപോലെ വെള്ളം ചോർന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരല്ലി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു 2 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച സവാളയും അണ്ടിപ്പരിപ്പൊക്കെ എല്ലാം കൂട്ടൊന്ന് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ അരച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ കുറുമ വെക്കുമ്പോൾ അതിൽ സവാളയൊക്കെ കടിക്കുമല്ലോ. അപ്പോൾ ഇതിൽ അതൊന്നും ഉണ്ടാവില്ല. നല്ല കുറുകി നമുക്കിത് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നല്ല കുറുകിയ കറിയായിരിക്കും. അപ്പോൾ അതിലേക്ക് ഇതുപോലെ സവാളയും അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് ചേർക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ അടി പിടിച്ച് കരിഞ്ഞു പോകും. നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ് തന്നെ ഈ മസാലയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ 1-ാം പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. 2-ാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 2.5 കപ്പ് പാല് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാലിൽ കിടന്നാണ് നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം.
അപ്പോൾ ചിക്കൻ കട്ട് ചെയ്ത വലിപ്പത്തിനനുസരിച്ച് വേവിക്കുന്നതിൻ്റെ ടൈമിന് വ്യത്യാസം വരും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എനിക്കിത് വെന്ത് കിട്ടാനായിട്ട് ഏകദേശം ഒരു 15 മിനിറ്റാണ് വന്നിട്ടുള്ളത്. ചിക്കൻ നല്ലപോലെ വേവിച്ചെടുത്ത ശേഷം നമുക്ക് തേങ്ങയുടെ 1 പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് 1 പാലാണ് ലഭിച്ചിട്ടുള്ളത്. അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ രീതിയിൽ തിള വരുന്നത് വരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. കൂടുതൽ തിളപ്പിച്ചെടുക്കരുത്, തേങ്ങാപ്പാൽ പിരിയും. അപ്പോൾ നമ്മുടെ കറി തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂടുതൽ ടൈം തിളക്കാൻ വേണ്ടി കാത്തിരിക്കരുത്. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ ചുവ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകാണ് നമ്മുടെ കുറുമയിൽ മെയിനായിട്ട് വേണ്ടത്. ഒരു അല്ലി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വെള്ളപ്പത്തിൻ്റെയും നെയ്ച്ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.